അങ്ങനെ നമ്മുടെ വനം മന്ത്രി ഓൺ ആക്ഷൻ. വന്യമൃഗങ്ങളെ കൊല്ലാം, അതിനെ തിന്നാം, അങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു. അതുപോലെ പ്രധാനപ്പെട്ട നിയമം ഉണ്ടാവുകയാണ്, ചന്ദന മരങ്ങൾ മുറിക്കാം. ഇതുവരെ ചന്ദന മരങ്ങൾ മുറിക്കണമെങ്കിൽ കർശനമായ നിയമങ്ങളായിരുന്നു. അത് വിലയിടണം, അറിയിക്കണം, ഒരുപാട് നടപടിക്രമങ്ങളായിരുന്നു. അത് ലഘൂകരിച്ചുകൊണ്ട് വൻ തുകകൾ ജനങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ചന്ദനം മുറിക്കൽ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആളുകൾ കൂടുതൽ ചന്ദനത്തടി വയ്ക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ കെയർ ഓഫിൽ സർക്കാരിൻ്റെ ചന്ദനത്തടി അടിച്ചുകൊണ്ട് പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും വേണം. എന്തായാലും ചന്ദനമരം വളർത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കാനും ഉടമകൾക്ക് വൻ തുക വരുമാനം ലഭിക്കുന്നതിനുമായി നിയമ ഭേദഗതി സഹായമാകുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് 1 കിലോ ചന്ദനത്തിന് ഏറ്റവും കുറഞ്ഞത് 4000 മുതൽ 7000 രൂപ വരെ വില കിട്ടുന്നതാണ് ചന്ദനത്തടിക്ക്. അപ്പോൾ മാർക്കറ്റ് വിലയുണ്ട്. പട്ടയ വ്യവസ്ഥകൾ പ്രകാരം സർക്കാരിലേക്ക് റിസർവ് ചെയ്തിട്ടുള്ള ചന്ദനമരങ്ങൾ മുറിക്കുന്നതിന് തടസ്സമുണ്ട്. അതിന് പട്ടയം കൊടുത്താൽ മാത്രമേ മുറിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പട്ടയം കിട്ടിയ ഭൂമിയിൽ ആളുകൾ ചന്ദനമരം വച്ചിട്ടുണ്ട്. പക്ഷേ അത് മുറിക്കണമെങ്കിൽ പട്ടയത്തിൻ്റെ രേഖകൾ കിട്ടണം. അപ്പോൾ ആ ഭേദഗതി ചെയ്യേണ്ടതുണ്ട്. അതൊഴിച്ച് ബാക്കിയുള്ള ഉടമകൾ വിൽക്കുന്ന ചന്ദനമരങ്ങൾ സൂക്ഷിക്കുന്നതിന് ജില്ലകളിൽ ചന്ദന ഡിപ്പോകൾ സ്ഥാപിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മറയൂരിൽ മാത്രമാണ് ചന്ദന ഡിപ്പോ ഉള്ളത്. കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി നോക്കി തുക ഈടാക്കും. അപ്പോൾ ഈ പട്ടയ ഭൂമിയിൽ നിൽക്കുന്ന ചന്ദനം അങ്ങനെ മറിച്ചുകൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് സർക്കാരിൻ്റെയാണ്. അതേസമയം പട്ടയം കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങളുടേതാവും. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള കാര്യങ്ങളിൽ ഈ ഗോഡൗണുകളും മറ്റു കാര്യങ്ങളും വരുന്നു. അപ്പോൾ ചന്ദനമരത്തെ ഗൗരവമായി പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ചന്ദനമരം എന്തുകൊണ്ടാണ് ഇങ്ങനെ സർക്കാർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ വ്യാപകമായി കൊള്ള നടക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ കൊള്ള കൂടി നിയന്ത്രിച്ചുകൊണ്ട് ഇത് പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ഗവൺമെൻറ് അറിയിക്കുന്നത്. കോടതി അനുവാദത്തോടെ പിന്നെ അതുപോലെ തന്നെ കോടതി നടപടികൾ ആരംഭിച്ച കേസുകളിൽ ഒരുപാട് കേസുകൾ കോടതി നടപടി അത് എങ്ങനെയാണ് രാജിയാക്കുന്നതിനുള്ള വ്യവസ്ഥകളും കൊണ്ടുവരാൻ ആലോചിക്കുന്നു. കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന ബില്ലിൽ വനത്തിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കൽ, വന്യമൃഗങ്ങളെ ശല്യപ്പെടുത്തൽ, അതുപോലെ തന്നെ ജലാശയങ്ങളിൽ വിഷം ചേർത്ത് മത്സ്യം പിടിക്കൽ എന്നിവ തടയുന്നതിന് കടുത്ത ശിക്ഷ കൊണ്ടുവരാനും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒഴിവാക്കിയാണ് ഇത്തവണ ബിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നു. ഇതെല്ലാം നടപ്പിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. എന്തായാലും ചന്ദനമരം ഇനിയിപ്പോൾ നമുക്ക് വ്യാപകമായിട്ട് നടാം, അത് മുറിക്കാം, അതിനത്ര നല്ലൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ പട്ടയഭൂമിയിലുള്ളത് മുറിക്കാൻ കഴിയില്ല. അതുപോലെ ചന്ദന ഡിപ്പോകൾ വ്യാപകമായി വരുന്നു, മറയൂരിൽ മാത്രമാണുള്ളത്, വ്യാപകമായി വരുന്നു എന്ന് പറയുന്നു. എന്തായാലും സർക്കാർ മറ്റൊരു തീരുമാനം കൂടി എടുത്തിരിക്കുന്നു. ഇതിൻ്റെ വരുംവരായികൾ അനുസരിച്ച് ചന്ദനക്കൊള്ള ഒഴിവാകുമോ അതോ ഇനി കൊള്ള കൂടുമോ?